ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രേവതി നമ്മുടെ സച്ചിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ ചന്ദ്രമതി അത്രയ്ക്കും കുത്തുവാക്കുകൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടാട്ടോ വിളിക്കുന്നത്. അപ്പം സച്ചി ഇനി അച്ഛൻ എന്തെങ്കിലും പറ്റിക്കാണുമോ, അതായിരിക്കുമോ ഇത്രയ്ക്കും വിളിക്കുന്നതെന്ന് ഓർത്ത് സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് മുറി പൂട്ടിയിട്ട് പോയാൽ മതി, അനുഭവിക്കുന്നത് മൊത്തം ഞാനാണ്, ഒന്ന് വേഗം വാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സച്ചി വേഗം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ തന്നെ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ സച്ചിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി തുടങ്ങുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ എന്തിനാ മുറി പൂട്ടിയിട്ട് പോയി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്റെ മുറി പൂട്ടാനുള്ള അധികാരം നിങ്ങൾക്കാണോ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് എന്റെ വീടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞത്, നിങ്ങളുടെ മാത്രമല്ല ഇതിൽ അച്ഛനും അധികാരമുണ്ട്, അച്ഛനാണ് ഇതിന്റെ ലോൺ മൊത്തം അടച്ചു തീർത്തത്, അച്ഛൻ അധികാരമുള്ളപ്പോൾ എനിക്കും അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി തിരിച്ചും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി എല്ലാവരും ഒരുപാട് ശ്രുതിയുണ്ട്. നമ്മുടെ രേവതി വന്നിട്ട് നമ്മുടെ സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ താക്കോൽ എങ്ങനെയെങ്കിലും കൊടുക്ക്, എനിക്ക് കേട്ട് കേട്ട് മതിയായി, എന്തൊക്കെയാണെന്ന് അറിയോ പറഞ്ഞത്, ഒരു പരിധിയില്ല എല്ലാത്തിനും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി നമ്മുടെ ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി നമ്മുടെ ചന്ദ്രമതിയോട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവള് പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് തിരിച്ചൊന്നും പറയാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇവളുടെ മെക്കിട്ട് കയറുന്നത്? എന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത്, നിന്നെ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ രേവതി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ രവീന്ദ്രൻ പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രവീന്ദ്രനും കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ രേവതി പറയുന്നതൊക്കെ. അപ്പൊ സച്ചി ആകപ്പാടെ ഇങ്ങനെ കലിതുള്ളി നിൽക്കുക. എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പണക്കാരി മരുമക്കളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? അവരോടെങ്ങാനും പറഞ്ഞു നോക്ക്, നിങ്ങളുടെ വാല് വരെ തുണിയും തിരികെ കൊക്കയിലോട്ട് വല്ലതും തള്ളിയിടും. ഇവളൊന്നും മിണ്ടാത്തത് കൊണ്ടല്ലേ ഇവിടെ തലയിലോട്ട് കയറുന്നത്. ഇനി ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതണ്ട, ഇത് എന്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ പെണ്ണ്, ഇനി ഇവളെ ദുഃഖിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയോട് പറയുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ അച്ഛന് ഭയങ്കര സന്തോഷമാവട്ടെ, നമ്മുടെ സച്ചി അത്രമാത്രം നമ്മുടെ രേവതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ അച്ഛന് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ എന്താ പറയാ, നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതി മുറിയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണം, നീയാണ്, നിന്റെ നാവാണ് ഈ വീട്ടിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയോട് കുറെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുറിയുടെ കാര്യത്തിലല്ലേ ഇപ്പൊ ഒരു പ്രശ്നം, മുറിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ എല്ലാവരെയും വിളിപ്പിക്കുക കേട്ടോ. മക്കളെ എല്ലാവരെയും വിളിപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, മുറിയുടെ കാര്യത്തിലല്ലേ പ്രശ്നം, ഞാൻ എന്റെ മുറി വിട്ടുകൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, വേണ്ട അച്ഛ, അച്ഛന് പാടില്ലാത്തല്ല, അച്ഛന് താഴെ കിടക്കാൻ പറ്റില്ല, തണുപ്പടിക്കാൻ പറ്റൂല, ഞങ്ങളുടെ മുറി തന്നെ തന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ രവീന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ തന്നെ കിടന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ സച്ചി പറയുന്നുണ്ട്, എന്തിന് നമ്മൾ അച്ഛൻ മുറി വിട്ട് കൊടുക്കണം, ഞാനും മുറി വിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഇവൻ വിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ പറയുന്നുണ്ട്. ഇവനല്ല അനിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ശ്രുതിയും കൂടെ, അയ്യോ അത് പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്കും മുറി വിട്ടു കൊടുക്കാനും എന്താ പറയാ സമ്മതവും അല്ല താനും. അപ്പൊ അങ്ങനത്തെ കുറച്ച് രംഗങ്ങളാണ്. അവസാനം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആരും മാറണ്ട, ഞാൻ എന്റെ മുറി വിട്ടു കൊടുത്തോളാം, എനിക്ക് എന്താ പറയാ തറയിൽ കിടന്നൊക്കെ നല്ല ശീലമാണ്, ഞാൻ എന്റെ നാട്ടുമ്പുറത്തെ വീട്ടിലേക്ക് തറയിൽ തന്നെയാണ് കുറെ നാൾ കിടന്നിരുന്നത്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേവതി ഇങ്ങനെ തടസ്സം പറയുന്ന ഒരു സീനിലാട്ടോ നമുക്ക് അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രേവതി പറയുന്നുണ്ട്, അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അച്ഛൻ പഴയതുപോലെ അല്ലല്ലോ അച്ഛൻ ഇപ്പോഴത്തെ അച്ഛന്റെ ശരീരം, അച്ഛന് തണുപ്പടിച്ചാൽ ഒട്ടും പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ സച്ചി അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അവര് പുറത്തോട്ട് പോട്ടെ, അവർക്ക് ആരും മുറി വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവര് എന്താ പറയാ ഈ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് പറ്റൂല, അവര് ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗങ്ങളിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായി തീരും കഥ അല്ലെ? ഇനി നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വന്നാലേ ഇതിനൊരു പൂർണ്ണ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.